കാണാനുള്ളവർ പടിഞ്ഞാറേ വാതിൽ വഴി കടന്നു വന്ന് പുരുഷന്മാർ വടക്കുവശത്തെ വാതിൽ വഴിയും സ്ത്രീകൾ തെക്കുവശത്തെ വാതിൽ വഴിയും പുറത്തിറങ്ങുവാനുള്ള ക്രമീകരണം ചെയ്യണം. ഏറ്റവും മുമ്പിലുള്ള 2 വാതിലുകൾ ഒഴിച്ചിടുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദയവേത് ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ പുറകോട്ട് മാറി നിൽക്കണം. കാണുന്നവർ വന്ന് സ്ത്രീകൾ ആ വഴിയും പുരുഷന്മാർ വടക്കേ വാതിൽ വഴിയും പുറത്തിറങ്ങുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർപ്പിക്കട്ടെ. ഈ അവസരത്തിൽ ഏതാനും അനുശോചന പ്രസംഗങ്ങൾ നിർവഹിക്കുവാനായിട്ടുണ്ട്. ബന്ധുമിത്രാദികൾ, അതിന് ചർച്ചക്കാർ, സുഹൃത്തുക്കളൊക്കെയും കടന്നു വന്നിട്ടുണ്ട്. അതിനുള്ള അവസരം ഇപ്പോൾ എടുക്കുകയാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ ഇരിക്കാവുന്നിടത്തോളം ആളുകൾ ഇരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ക്രമീകരണം ചെയ്യണം. ഇപ്പോൾ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ആദരണീയനായ സജി പട്ടരുമുടം ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നു. ഈ കുടുംബത്തോട് ഏറ്റവും അധികം സ്നേഹം പുലർത്തുന്ന ആദരണീയനായ ജേക്കബ് ഫിലിപ്പച്ചൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചുരുങ്ങിയ വാക്കിൽ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. വന്യ റംബാച്ചൻ, കോറബിസ്കോപ്പ് അച്ഛന്മാരെ, സ്നേഹമുള്ള വൈദികരെ, തികച്ചും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ നാം ഏവരും ഇവിടെ കൂടിയിരിക്കുന്നു. യേശുദാസൻ കോറബിസ്കോപ്പ് അച്ഛനും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിന്റെ ഫാമിലിയുമായിട്ട് വളരെ നാളത്തെ പരിചയമാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും ഉള്ളത്. അതിന്റെ കാരണം ഞങ്ങൾ ഒരുമിച്ച് ന്യൂയോർക്കിൽ വളരെ വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. യേശുദാസച്ചനും ഞാനും ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തവരുമാണ്. കൂടാതെ റെജി താമസിക്കുന്ന ആ വീടിന്റെ വളരെ അകലത്ത് അല്ലാതെയാണ് ഞാനും ഫാമിലിയും അമേരിക്കയിൽ താമസിച്ചു വന്നത്. അമേരിക്കയിൽ നിന്ന് ഓർക്കുമ്പോൾ നാം എല്ലാവരും ഓർക്കും സുഖകരമായ ഒരു അവസ്ഥയാണ്. എന്നാൽ അങ്ങനെയല്ല, കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞതായ ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് ഏവർക്കും അറിയാമോ എന്ന് സംശയമുണ്ട്. ഈ റെജിയുടെ മകളും എന്റെ കൊച്ചുമകനും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ എന്റെ കൊച്ചുമകനെ വിളിക്കാനായിട്ട് പോകുമ്പോൾ റെജി ജോലിയിൽ നിന്ന് ഇറങ്ങി വന്ന് റെജിയുടെ മകളെ പിക്ക് ചെയ്ത് യഥാസ്ഥാനത്താക്കിയ ശേഷം വീണ്ടും ജോലിക്ക് പോകുന്നതായ ഒരു കാഴ്ച ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അമേരിക്കയിലെ പ്രയാസങ്ങളുടെ നടുവിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്തില്ല എങ്കിൽ അവിടെ മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ഈ അവസരത്തില് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്താനുള്ളതായ ശക്തിയും ധൈര്യവും മനോധൈര്യവും ഈ റെജിക്ക് കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. യഹോവ എന്റെ അഭയവും സങ്കേതസ്ഥാനവുമാകുന്നു. ആ ധൈര്യം, ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ആ ധൈര്യം പ്രിയ റെജിക്ക് നൽകട്ടെ, ഫാമിലിക്ക് നൽകട്ടെ. ഈ ദുഃഖാർത്ഥരായ കുടുംബങ്ങളോടുള്ളതായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും പ്രിയദാസിയുടെ ആത്മാവിനെ നിത്യശാന്തി രേഖപ്പെടുത്തിക്കൊണ്ടും എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ആദരണീയനായ അച്ഛൻ്റെ എല്ലാ വാക്കുകൾക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ഇടവകയിൽ ഏറ്റവും സുദീർഘമായ വിധത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു കുടുംബമാണല്ലോ മിഷൻ കുടുംബം. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ തന്നെ അത് ഏറ്റവും അധികം പ്രാധാന്യത്തോടെ ആ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഈ സമയം അഭിമന്യ തോമസ് മാർ അത്താനാസ്യോസ് തിരുമനസിന് വേണ്ടിയും ചെങ്ങന്നൂർ ഭദ്രാസന കൗൺസിലിന് വേണ്ടിയും ഭദ്രാസന സെക്രട്ടറി തോമസ് കുക്കാർമുലച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അത്യാവശ്യമായ ഒരു കാര്യത്തിന് പോകേണ്ടതുള്ളതുകൊണ്ട് അച്ഛൻ അതിന് പോയതാണ്. ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടിയും കൗൺസിലിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഭദ്രാസന സുവിശേഷ സംഘത്തിന് വേണ്ടിയിട്ടും ഒക്കെ ബഹുമാനപ്പെട്ട ഐസക് പാപ്പനൊക്കെയും ദീർഘനാൾ സുവിശേഷ സംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സുവിശേഷ സംഘത്തെയൊക്കെ എല്ലാത്തിനെയും പ്രതിനിധീകരിച്ചു കൗൺസിൽ മെമ്പറായിരിക്കുന്ന ആദരണീയനായ ഫിലിപ്പ് ജേക്കബ് കുറ്റൂരച്ചൻ ചുരുങ്ങിയ വാക്കിൽ അനുശോചനം അറിയിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ.
ഏറ്റവും ബഹുമാനരായ കോറപ്പിസ്കോപ്പമാരെ, വന്യ റമ്പാശന്മാരെ, സഹോദര വൈദികരെ, കർത്താവിൽ അനുഗ്രഹീതരെ, ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി, ഭദ്രാസന പ്രാർത്ഥനയോഗം, ഭദ്രാസന മധ്യവർജന പ്രസ്ഥാനം എന്നിവയുടെയും മുൻ ജനറൽ സെക്രട്ടറി ആയ പ്രിയ ഐസക് പാപ്പൻ വഴിയായാണ് ഈ ഭവനത്തെ വർഷങ്ങൾക്ക് മുൻപ് അടുത്തറിയുവാനും അനേക പ്രാവശ്യം ഭവനം സന്ദർശിച്ച് ഭവനത്തിൽ ക്രമീകൃതമായിട്ടുള്ള വിവിധ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനും സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം മുഖേനയായിട്ടാണ് റജിയെയും ഈ കുടുംബത്തെയും എനിക്ക് മുൻപ് അറിയുവാനും പരിചയപ്പെടുവാനും സാധിച്ചിട്ടുള്ളത്. റജിയുടെ ജീവിതത്തിൽ വളരെ പൊടുന്നിനെ ഉണ്ടായ ഈ ആഘാതം, ഈ വേദന, അത് വാക്കുകൾ കൊണ്ട് ഒരിക്കലും ആശ്വാസം പകരുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ നിഴൽപ്പാടുകൾ പോലും ഈ വാക്കുകൾ എത്തുന്നില്ല എന്ന് തിരിച്ചറിയുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിക്ക് വേണ്ടി, ഭദ്രാസന കൗൺസിലിന് വേണ്ടി, ഭദ്രാസനത്തിലെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഒപ്പം ഭദ്രാസന മർത്തമറിയും വനിതാ സമാജത്തെ പ്രതിദാനം ചെയ്യും സംതൃപ്ത കുടുംബത്തോട് ചെങ്ങന്നൂർ ഭദ്രാസനത്തിനുള്ള അനുശോചനവും ദുഃഖവും പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രിയ സഹോദരിക്ക് ദൈവസ്ഥനത്തിൽ ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റജിയെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി ഈശ്വരസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അച്ഛൻ്റെ എല്ലാ വാക്കുകൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ കുടുംബത്തിലെ ബന്ധുവും ബോംബെ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആദരണീയനായ കെ ടി തോമസ് അച്ഛൻ അല്പവാക്ക് അനുശോചന സമയം സന്ദേശം അറിയിക്കും. വന്യ വൈദിക ശ്രേഷ്ഠ പിതാക്കന്മാരെ, കർത്താവിൽ അനുഗ്രഹീതരെ, ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഈ വേർപാട് ഈ കുടുംബത്തിൻ്റെ മാത്രമല്ല, ഈ ദേശത്തിൻ്റെയും ദുഃഖം ആയതുകൊണ്ടാണ് ഇത്രയും പേര് ഈ ദേവാലയത്തിലും ഭവനത്തിലുമൊക്കെയും എത്തിച്ചേർന്നത്. അത്രമാത്രം സ്നേഹവും വാത്സല്യവും ഈ വ്യക്തി കുടുംബങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് ഏവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ട ദാസി അവസാന വാക്ക് ഉപയോഗിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പ്രാർത്ഥിപ്പാനായിട്ട് വിളിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു ഗിഡിനെസ് പോലുണ്ടായി ഇതൊക്കെയും സംഭവിച്ചത്. നമ്മെ ഇപ്പോഴും നിശബ്ദമായ ശബ്ദത്തില് ഈ ദാസി നമ്മെ ഓർപ്പിക്കുന്നത് അതുതന്നെയാണ്. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിപ്പീനാണ്. ഇന്നലെ ഞാൻ എത്തിച്ചേർന്നപ്പോൾ റജിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് വരുമ്പോഴാണ് റജി തന്നെ ആശ്വാസ ഗാനങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അതുതന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവും ധാരാളമായിട്ട് ലഭിച്ച വ്യക്തിക്ക് ഉള്ളത്. ഇത് നമുക്കെല്ലാവർക്കും ഒരു വിശ്വസിപ്പാനും ചിന്തിപ്പാനും ഉള്ളൊരു അവസരം കൂടിയാണ്. എപ്പോഴോ എവിടെ വെച്ചോ എങ്ങനെയോ ഏതുമായിക്കോട്ടെ ഈ ലോകത്തിൽ നിന്ന് നാം വേർപെടുമ്പോൾ അബ്രഹാമിനെ അന്യദേശത്ത് വെച്ച് വിളിച്ച ദൈവം ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് കൽപ്പിച്ചതനുസരിച്ച് ഒരു വിളിക്ക് യോഗ്യതയായിട്ട് ഈ മകളിപ്പോൾ യാത്രയായിരിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് 5 പ്രധാന വിളിയുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള ആദ്യ വിളി, രണ്ടാമത്തെ വെള്ളത്തിൽ നിന്ന് വെളിയിൽ വരിക എന്നുള്ള വിളി, മൂന്നാമത് കൂദാശ സ്വീകരണത്തിന് വേണ്ടിയുള്ള വിളി, നാലാമത് ഇപ്പോൾ ശരീരത്തിന് ഒരു എൻ്റെ ആത്മാവ് വേർതിരിക്കപ്പെട്ട ഒരു വിളി, അഞ്ചാമത് ഇനി കർത്താവിൻ്റെ
ദൂതന്മാരോടുകൂടി വരുമ്പോൾ ഖബറിൽ നിന്ന് പുറത്തു വരിക എന്നുള്ള യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ഓർപ്പിക്കുന്ന പോലെ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും വരുന്നുള്ള അവസരത്തിനായിട്ട് കാത്ത് കർത്താവിന്റെ പൊന്മുഖമൂത്താനായിട്ടുള്ള ഒരു യാത്രയാണ്. അതിന് ദൈവം തന്റെ ദാസിയെ ഒരുക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും എല്ലാവരും പ്രാർത്ഥിക്കണം. സ്നേഹം ഇപ്പോൾ വാത്സല്യം ഈ കുടുംബത്തോട് കൂടിയിരിക്കുകയാണ്. ആയതിനാൽ ദൈവത്തിന്റെ കൃപ ധാരാളം ലഭിക്കട്ടെ. മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് ചൊരിയുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആദരണീയനായ ഷിജു ജോൺ അച്ഛൻ അല്പസമയത്തെ അനുശോചന വാക്കുകൾ ഈ സമയത്ത് സമർപ്പിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒന്നിരായ കൊറപ്പിസ്കോപ്പന്മാരെ, റംബാശന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെയും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് നാം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഒരു സാക്ഷ്യമാണ്, ക്രിസ്തീയ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ട റജിയുടെയും സിമിയുടെയും ജീവിതം ഒരു നല്ല സാക്ഷ്യമുള്ള ജീവിതമായിരുന്നെന്ന് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. തിരുക്കുടുംബത്തിൽ കളിയാടിയ സ്വർഗീയ സന്തോഷവും സമാധാനവും ആവോളം ആ ഭവനത്തിൽ മറ്റുള്ളവർക്ക് ദർശിപ്പാനായിട്ട് സാധിച്ചു. റജിയും സെമിയും 4 കുഞ്ഞുങ്ങളും. അത് ആറ്റുവാൽ മാത്രമല്ല, അമേരിക്കയിൽ ന്യൂയോർക്കിൽ എൻ്റെ സഹോദരി ഒരു സാക്ഷ്യത്തോടെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട അമേരിക്കയിലുള്ള എൻ്റെ ബന്ധുമിത്രാദികളുടെ ഇവിടെ സംസാരം കേട്ടപ്പോൾ എത്രമാത്രം ധന്യമായ ഒരു കുടുംബജീവിതം നയിച്ച മകളാണല്ലോ. കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ ദൈവാശ്രയത്തെ വളർത്തുവാൻ, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യശസ്സും ആധ്യാത്മികവും കാട്ടി സൂക്ഷിപ്പാൻ, സഭയ്ക്ക് ഒരു അനുഗ്രഹമായ ഒരു മാതൃകയുള്ള കുടുംബമായി ഈ കുടുംബം വളരുവാൻ തക്കവണ്ണം സാധിച്ചു. റജി അമേരിക്കയിലുള്ള എല്ലാ ദേവാലയങ്ങളിലും എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. അതുപോലെ സിമി തോളോട് തോളിയെന്നുകൊണ്ട് അനുഗ്രഹകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. നല്ല ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ അനുഗ്രഹകരമായി ചെലവഴിപ്പാൻ സാധിച്ചു. ഇതെവിടെ നിന്ന് ലഭിച്ചു? പിതാമഹന്മാരിൽ നിന്ന്, കുടുംബത്തിലെ പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിൽ നിന്ന്, മൂത്ത സഹോദരൻ പ്രിയപ്പെട്ട കൊറപ്പിസ്കോപ്പായിൽ നിന്ന്. നമുക്കറിയാം, മലങ്കര സഭയിലെ ഒരു പൗലോസ് അപ്പോസ്തലനാണ് പ്രിയപ്പെട്ട ഐസക് ബ്രദർ. എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. സഭയുടെ ദേവാലയങ്ങളിൽ പോയി കർത്താവിന്റെ സുവിശേഷം ഘോഷിക്കുന്ന പ്രിയപ്പെട്ട ഐസക് ബ്രദർ. കുടുംബാംഗങ്ങളെല്ലാവരും സാക്ഷ്യമുള്ളവരാണ്. ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ വൈദികർ പങ്കുചേരുന്നു. അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത അപ്രയം തിരുമേനി ഭവനത്തിൽ വന്ന് ശുശ്രൂഷകൾ സംബന്ധിച്ചു, അനുശോചന വാക്കുകൾ അറിയിച്ചു. ഭദ്രാസനത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന ഭാരവാഹികൾ, ആത്മീയ പ്രസ്ഥാന പ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ ഒന്നിനായ മുട്ടുവേലി കൊറപ്പിസ്കോപ്പാച്ചൻ, എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ അനുശോചനം ഞാൻ ഇത്തരുണത്തിൽ അറിയിക്കുന്നു. അമേരിക്കയിലുള്ള ബന്ധുമിത്രാദികളുടെ പ്രിയപ്പെട്ട സഹോദരി, കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും അനുശോചനം പ്രിയപ്പെട്ട റജിയെ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു അനുഗ്രഹീത മാലാഖയായി പ്രിയപ്പെട്ട സിമി കാണപ്പെടും, യാതൊരു സംശയമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന് ആശ്വാസവും സമാധാനവും നേരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ഇടവയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ദുഃഖത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേവലം 35 വർഷക്കാലം ജീവിച്ച് നിത്യമായ ലോകത്തിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട സിമി ഈ ഇടവയ്ക്ക് ചെയ്തു തന്ന എല്ലാ സ്നേഹ ബഹുമാനങ്ങളെയും പ്രാർത്ഥനകളെയും വളരെയധികം വിനയപൂർവ്വം ഓർക്കുകയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് പോയി. എന്നാൽ കഴിഞ്ഞ മാസം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് സ്നേഹം പങ്കുവെക്കുവാനായി നാട്ടിലേക്ക് കടന്നു വരികയും അങ്ങനെ നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ആരാധനയിൽ, ദിവ്യബലിയിൽ പങ്കാളിയാവുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്തത് ഇന്നലകളിൽ കഴിഞ്ഞതുപോലെ ഇന്നും ഓർക്കുകയാണ്. ഒരു തയ്യാറെടുപ്പ് ഇതിനുവേണ്ടി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ദൈവസന്നിധിയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു ഉൾവിളി,
ഒരുപക്ഷെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിലൊന്നും ആയിരിക്കുകയില്ല, നമുക്ക് മെനഞ്ഞെടുക്കുന്ന രൂപത്തിലായിരിക്കുകയില്ല. എന്നിരുന്നാൽ തന്നെ ദൈവം തന്റെ ഉദ്യാനത്തിലേക്ക് തന്റെ ഇഷ്ടമുള്ള ഒരു പൂവിനെ തന്റെ മടിയിൽ താലോലിക്കുവാൻ തക്കവണ്ണം, ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം, താനിരിക്കുന്നിടത്ത് തന്റെ ശുശ്രൂഷകയും ആയിരിക്കാൻ തക്കവണ്ണം വിളിച്ച് വേർതിരിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ ലോകപ്രകാരമുള്ള എല്ലാ വ്യക്തിത്വങ്ങളും മനുഷ്യരും നൽകിയാലും, ഒരാശ്വാസം നൽകിയാലും അത് മതിയാവുകയില്ല എന്ന് നന്നേ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇടവകയുടെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ എത്ര ഭംഗി വാക്ക് പറഞ്ഞാലും, എത്ര ആശ്വാസവാക്കുകൾ പറഞ്ഞാലും കുടുംബത്തിലെ പ്രിയപ്പെട്ട റജിക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അത് ആശ്വാസകരമായി എത്തുകയില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെയും ഈ വാക്കുകളിലൂടെ ദൈവിക സമാധാനം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ റജിയുടെ ദുഃഖവും വിലാപവും നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഈ ലോകത്ത് നിന്ന് വേർപാട് മൂലം മാറ്റപ്പെടുമ്പോൾ ഓർക്കാവുന്നതിലും അപ്പുറമാണ്. സഹോദരങ്ങളുടെ പ്രിയപ്പെട്ട ഇളയ സഹോദരി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഒരുപക്ഷെങ്കിൽ അവരെയൊക്കെ യാത്രയാക്കേണ്ട പ്രിയപ്പെട്ട സഹോദരിയാണ് അവർക്ക് മുമ്പേ ഈ ലോകത്ത് നിന്ന് യാത്രയായി. എന്തിനേറെ മാതാപിതാക്കൾ അതീവ തീവ്രമായ ദുഃഖത്തിലാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് ശുശ്രൂഷയും സ്നേഹവും കൊടുക്കേണ്ട മകൾ അവരെക്കാൾ മുമ്പേ ഈ ലോകത്ത് നിന്ന് അവരുടെ ശുശ്രൂഷകളും സ്നേഹവായ്പകളും ഏറ്റുവാങ്ങി യാത്രയാകുമ്പോൾ അതൊക്കെ തീർത്താ തീരാത്ത ദുഃഖത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും ദൈവത്തിന്റെ സ്വർഗീയ കരം നീട്ടി ഈ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് ആശ്വാസവും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൂ. ഈ ഇടവയ്ക്ക് ചെയ്തു തന്ന എല്ലാ സ്നേഹങ്ങളെയും എല്ലാ ബഹുമാനങ്ങളെയും ആദരപൂർവ്വം ഓർക്കുകയാണ്. ഭംഗിവാക്കുകളും അനുഗ്രഹവാക്കുകളും ഒന്നും തന്നെ മനുഷ്യന്റെ വാക്കുകൾക്ക് അതീതമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ എല്ലാവരെയും, ഈ സമൂഹത്തെ മുഴുവനായും, ഈ മിഷൻ കുടുംബത്തെ മുഴുവനായും ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മലങ്കര സഭയുടെ പരിശുദ്ധ പരമാധ്യക്ഷൻ ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് കടന്നു വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം പരിശുദ്ധ സഭയോടും സഭയുടെ പിതാക്കന്മാരുമായിട്ടുള്ള ഈ കുടുംബത്തോടുള്ള സ്നേഹബന്ധങ്ങൾ എത്രമാത്രം വലുതാണ് എന്നുള്ളത്. പിതാക്കന്മാരുടെ ഹൃദയങ്ങളിൽ ഇടം കിട്ടിയ ഒരു കുടുംബമാണ് ഇത്. കാരണം മറ്റുള്ളത് കൊണ്ടല്ല, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിമിത്തം അത്രയും. അതുകൊണ്ട് പരിശുദ്ധ ബാബാ തിരുമനസ് ഈ ദുഃഖവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഇതിൽ വന്ന് സംബന്ധിക്കണമെന്നും അടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ഭോപ്പാലിൽ നിൽക്കുമ്പോൾ തന്നെ, അവിടെ സഭയുടെ ഒരു വലിയ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ പരിശുദ്ധ ബാബാ തിരുമനസിന്റെ ആരോഗ്യകരമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതിനാൽ ഇപ്പോൾ പരുമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നുള്ള ഒരു വിവരം നമ്മെ അറിയിച്ചിരിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമനസിന്റെ പ്രാർത്ഥനകളെല്ലാം അറിയിക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ പരിശുദ്ധ ബാബാ തിരുമനസിന്റെ കൽപ്പനയനുസരിച്ച് ഏറ്റവും വിനയത്തോടെ മലങ്കര സഭയുടെ ദേവാലയത്തിന്റെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ കുടുംബത്തോട് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനകളും അനുശോചനകളും ഈ സമയത്ത് ഏവരുടെയും മുമ്പാകെ സമർപ്പിക്കട്ടെ. ഈ ഇടവകയെ ഈ ധന്യമാക്കിയ നല്ല ശുശ്രൂഷകൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെല്ലാം മാനിച്ചുകൊണ്ട് ഇടവകയുടെ പ്രത്യേകമായ അന്തിമോപചാരം ഈ സമയത്ത് സമർപ്പിക്കുന്നു. സെന്റ് ബർസോമാസ് ഓർത്തഡോക്സ് സമൂഹത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി ആദരണീയരായ ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർ ചേർന്ന ഭൗതിക ശരീരത്തിൽ ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. ഈ കുടുംബം കൂടി നടക്കുന്ന പ്രാർത്ഥനയോഗം, സെന്റ് തോമസ് പ്രാർത്ഥനയോഗത്തിന് വേണ്ടി സെക്രട്ടറി ഔദ്യോഗികമായി ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിക്കും. ഇടവകയുടെ യുവജന പ്രസ്ഥാനം ഈ സമയത്ത് ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിക്കും. ഇടവകയിലെ സ്ത്രീ സമാജം ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിക്കും. സെന്റ് ബർസോമാസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയും സ്കൂളിന് വേണ്ടിയും പ്രത്യേകിച്ച് അതിന്റെ സെക്രട്ടറി ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. വന്നുചേർന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും പേരിലുള്ള പ്രാർത്ഥനകളും അനുശോചനകളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച്
ഇടവയുടെ ശുശ്രൂഷ സംഘത്തിനു വേണ്ടി പ്രധാന ശുശ്രൂഷകൻ ഈ സമയത്ത് ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നു. വന്യനായ കോർപ്പിസ്കോപ്പന്മാർ, ഇടവയുടെ മുൻവികാരിമാരായിരിക്കുന്ന ആദരണീയനായ തോമസ് കല്ലിനാൽ കോർപ്പിസ്കോപ്പാച്ചൻ, ആദരണീയനായ തോമസ് മുട്ടുവേലിയച്ചൻ, നമ്മുടെ കാലം ചെയ്ത മക്കാറിയൂസ് തിരുമേനിയുടെ സഹോദരൻ ബഹുമാനപ്പെട്ട KC മാത്യൂസ് കോർപ്പിസ്കോപ്പാച്ചൻ എന്നീ വന്യ കോർപ്പിസ്കോപ്പാച്ചന്മാരുടെയും വന്യരായ റംബാച്ചന്മാരുടെയും വന്യരായ വൈദിക ശ്രേഷ്ഠരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ദേവാലയത്തിൽ വെച്ചുള്ള സമാപന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭക്തി ആദരപൂർവ്വം പ്രത്യേകമായി ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇനിയും കാണാനുള്ളവർക്ക് അതിനുള്ള അവസരം കൂടിയുണ്ട്. പള്ളിയുടെ ഏറ്റവും മുൻപിലുള്ള വടക്കുവശത്തെ വാതിലും തെക്കുവശത്തെ വാതിലും ഒഴിഞ്ഞു നിൽപ്പാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സ്ത്രീകൾ തെക്കുവശത്തെ വാതിൽ വഴി വരാന്തയിലേക്കും പുരുഷന്മാർ വടക്കുവശത്തെ വാതിൽ വഴി വരാന്തയിലേക്കും ഇറങ്ങുവാനുള്ള ക്രമീകരണം പ്രത്യേകമായിട്ട് ചെയ്യണം എന്ന കാര്യം ഓർപ്പിക്കുകയും ചെയ്യണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിൽ നീക്കുള്ള പ്രകാരം തന്നെ ആമീൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയായിക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഭാവികളാരോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കണമേ. എന്റെ രാജ്യം വരണമേ. സ്രോതലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ദൈവമായ കർത്താവേ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ വ്യർത്ഥലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ നിന്റെ വിശുദ്ധമാലാഖമാരാൽ വഴി നടത്തപ്പെടുവാൻ നീ സംഗതിയാക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ ഈ നിന്റെ ദാസിയുടെ ആത്മാവ് പ്രസന്ന മുഖത്തോടെ അവിടെ നിന്നെ എതിരേൽക്കുമാറാകണമേ. പൂകട്ടൻ പ്രാർത്ഥന തിരുമുമ്പിൽ ഹാലേലൂയ ശ്രദ്ധിച്ചിടണമെൻ കുഴിയതിൽ വീണവരെ പോൽ ഹാലേലൂയ തുണയറ്റൊരു നരനെ പോലായി ഞാൻ പാറയ്ക്കുമോ. മനോലം വാദാമിൽ ഓലം വൽമിനാമീർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കു താനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരു
തിരുമയും മോചനമേകും തിരുരക്തമതോ നിങ്ങളെ നിർത്തിയിടും വലഭാഗേ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ എപ്പോഴും എല്ലാ നേരത്തിലും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിൽ ഇരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുകുലപുണ്യവും ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താൽപര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനീശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസയുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിക്കുന്നവരായ സമാധാനമാലാഹമാർ മൂലം നീ നിന്റെ ദാസിയുടെ ആത്മാവിനെ നാഥാ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടനാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവളുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഈ നിന്റെ ദാസിക്കൻ ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കൈ ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് അവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ നീ സഹായിക്കണമേ. ശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഈ നിന്റെ ദാസിയുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ ഇവളെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ.
കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളിലും ഈ നിന്റെ ദാസീനും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ പുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലേബം ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നത് വരെ ഈ നിന്റെ ദാസിക്ക് നീ കോട്ടയും അനുയായിയും കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിപ്പാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മശിഹായിലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രതീക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജാരഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധരുമായ സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. വേഗം വന്നെത്തിയിടേണം നാഥാ നിൻ ദയയൻ മുൻപിൽ. എൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തുണയാകില്ലെൻ നേട്ടങ്ങൾ. പൊന്നിനു വിലയില്ലവിടെങ്ങും അങ്ങീശോയാം ദേവേശൻ വിധിപീഠത്തിലിരിക്കുന്നു. ധനികനു ദീനതയില്ലെങ്കിൽ ധനമാലംബം നൽകില്ല. ദീനനു ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകീട. സത്തമനെ നരവത്സലനെ അവിടന്മേൽ ദയ തോന്നണമെൻ അർത്ഥിച്ചിടുന്നേൻ മേന്മേൽ മുറിയോറാകി മേലുവാ
പറക്കുമോ കാർണിവാന ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിനബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ നിത്യതയുമായുള്ളവേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിലും ചെന്ന് ചേരുവാൻ ഞങ്ങളുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ ലവൽമീ മഷിഹാരാജാവേ ശോകം ക്ലേശം മൃദീവയേശാത്ത ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദസാത്മാക്കൾക്കാശ്വാസം മംഗളപൂർവം നൽകേണം. പാർക്കുമോ ശുഭഹോല ബോല ബിറോവൽ റൂഹോ കാദീശോ വാഴ്ചയിലോ ജനകന്മാരെ ഓർക്കേണം. ദൈവതനൂജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ ഒപ്പമവർക്കേകിടട്ടെ. ആധാമൃദയാമി ദാസിക്കേ ഗണമാശ്വാസം സഹജാതേ ഭൂവാസം നിരസിച്ചോളെ രാജകുമാരൻ പാർപ്പിക്കും മണിയറതൻ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ ഭീകരമാം കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ. ശ്രീപാ താക്കോലാൽ പറുദീസിൻ വാതിലേറി കാനന്ദത്താ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിടട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും അവനോടുകൂടി ഉയർപ്പിക്കും.
നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ല എന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മലാഖയുടെ അകമ്പടി ശബ്ദം, ദൈവത്തിന്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മിശിഹായിൽ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ആഹായ് പാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവളെ രക്ഷിക്കാം. മകർ സോനോദ് മകരെ സഹായേ ഫുർഖോ നലവൽമോ. നമ്മുടെ രക്ഷിക്കാത്ത സ്ത്രീകളും എല്ലാവരുടെയും സേതുമാറാൻ വാലോഹാൻ ഫുർഖോദിലാൻ യേശുമശീഹു മെൽസോദഹായേ അലോഹോ ദസ്ബാസാർ മേം സുൽത്തോ കാദിസ്തോ മറിയ ഹോലേന്ദേൻ ഹോഖാൻ ഹോവായ. നമ്മുടെ കർത്താവ് അരുളി ചെയ്തു, സ്വർഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായി ദീപേഷ്ടികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ടവരായ 10 കന്യകമാർക്ക് സദൃശമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ആ ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപേഷ്ടികളോടുകൂടെ എണ്ണ കരുതിയില്ല. എന്നാൽ ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദീപേഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും കരുതി. മണവാളൻ വരുവാൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിന് പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപികകളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപയഷ്ടികൾ കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. അവരാകട്ടെ, പക്ഷേ ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വന്നേക്കാം, അതുകൊണ്ട് നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്ന്, പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും കൂടി വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. മണവാളൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ആ നാളും നാഴികയും അറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയോടുകൂടിയിരിപ്പീൻ. ബാറയ്ക്കുമോ ഉശൈനോലക്കുൽക്കൂ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാവുന്നതാണ്. ഈ സമയം തിരുവനത്തിൽ നിന്ന് ആശ്വാസവാക്കുകൾ നൽകുന്നതിനായി ഇവിടെയുള്ള വൈദിക
സഹോദരങ്ങളുടെ എല്ലാവരുടെയും ഗുരുവായി വൈദിക സെമിനാരിയിൽ പഠിപ്പിക്കുകയും ശ്രുതി ലിറ്റർജിക്കൽ മ്യൂസിക് ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ആദരണീയനായ MB ജോർജ് അച്ഛൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വന്ദനായ അച്ഛൻ ഈ സമയത്ത് അല്പസമയം ആശ്വാസവാക്കുകൾ നമുക്ക് നൽകുന്നതായിരിക്കും. നാശ്വരമാം വീടേ എന്തിനു മോഹിപ്പിച്ചെന്നെ പാപക്കടലേ നീ എന്തിനാഴത്തിൽ താഴ്ത്തി പായും ജീവിതമേ ക്ലേശിപ്പിച്ചെന്തിൻ എന്നെ പോകുന്നെന്നാഥൻ നോക്കി പാർക്കും സ്ഥാനത്തിൽ ത്രിയേക ദൈവത്തിന് സ്തുതി. ആദരണീയരായ ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ് അച്ഛന്മാരെ, വന്ധ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, വളരെ സമ്മിശ്രമായ വികാരത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു നിമിഷം. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ നിന്നും വളരെയധികം ഫോൺ കോളുകളും ഇമെയിലുകളും വന്നു, പ്രിയപ്പെട്ട സിമിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ട രജിയുടെ കൂട്ടുകാരൊത്തിരി പേര് പ്രാർത്ഥിക്കണം, സിമി വളരെ ക്രിട്ടിക്കലായ സ്റ്റേജിൽ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞാനും മാനസികമായ രീതിയിൽ വളരെയധികം അഗാധമായൊരു ദുഃഖത്തിലേക്ക് ആണ്ടുപോയി. വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ളതായ ഒരു വാർത്ത. പിറ്റേ ദിവസം പറഞ്ഞു, സിമി നമ്മളെ വിട്ട് കടന്നുപോയി എന്നുള്ളതായ വാർത്തയും അറിഞ്ഞപ്പോൾ അത് ദുഃഖത്തിൻ്റെ ഏറ്റവും അഗാധമായ തലങ്ങളിലേക്ക് അത് പോയി. കർത്താവിൽ സ്നേഹിതരെ, മരണമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമനുസരിച്ച് അത് പ്രത്യാശയുടെ ആരംഭമാകുന്നുവെന്നും ആധ്യാത്മികമായ സന്തോഷത്തിൻ്റെ ഭാഗമാകുന്നു എന്നെല്ലാം നമ്മൾ വളരെ ഘോരഘോരം പറയും. എന്നാൽ ഇതെല്ലാം ചരമപ്രസംഗങ്ങളിൽ പറയുവാൻ സൗകര്യമുണ്ടെങ്കിലും അവനവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അതിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളത് ഒരു പരമപ്രധാനമായ സംഗതിയാണ്. ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ യാത്രയാകുമ്പോൾ ഉണ്ടാകുന്നതായ ആ വേദനയിൽ ഈ പറയുന്ന വാക്കുകളെല്ലാം അലിഞ്ഞു പോകും. അവിടെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന സംഗതി. അമേരിക്കയിൽ ചെന്നിട്ടുള്ള എല്ലാ വൈദികർക്കും, പ്രത്യേകാൽ രജിയുടെ ഭവനത്തിൽ പോയി താമസിച്ചിട്ടുള്ള എല്ലാവർക്കും ആ ഭവനത്തിൻ്റെ ആതിഥ്യ മര്യാദ എന്നുള്ളത് വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിൽ പോയിട്ടുള്ള മിക്കവാറും എല്ലാ വൈദികരും തന്നെ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഒത്തിരി വിളമ്പി കൊടുത്തിട്ടുണ്ട്. അത് സന്തോഷത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ളവരാണ്. ആ കൈകൊണ്ട് അനുഭവിച്ചിട്ടുള്ളവർക്ക് ആർക്കും ആ ഭവനത്തെ മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത്രമാത്രം സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരു കുടുംബമാണ് പ്രിയപ്പെട്ട രജിയുടെ. എല്ലാ ദേവാലയങ്ങളിലും മാലാഖമാരെ പോലെ പാട്ടുപാടുവാൻ നടക്കുന്ന രജിയും അതിൻ്റെ കൂടെ നടക്കുന്നതായ സിമ്മിയും കുഞ്ഞു മക്കളും എല്ലാം ഓർക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ജീവിതത്തിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റാത്ത ചില പ്രത്യേകമായ നിമിഷങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത്
നമുക്ക് മറുപടി പറയാനായിട്ട് നമുക്കില്ല. കാരണം മറുപടി അർഹിക്കാത്ത ഒരു ചോദ്യമാണ്. ഉടയവന്റെ നിശ്ചയം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയല്ലാതെ മറുപടിക്ക് അവിടെ നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല. കർത്താവിൽ സ്നേഹിതരെ, ഒരു മാവിൽ അനേക മാങ്ങ വിളഞ്ഞു കിടക്കുന്നു. അവിടെ കണ്ണിമാങ്ങകളുണ്ട്, ഇടത്തരത്തിലുള്ള മാങ്ങകളുണ്ട്, പഴുത്ത മാങ്ങകളുണ്ട്. ഉടയവൻ വന്ന് തോട്ടിക്കൊണ്ട് പച്ചമാങ്ങ പറിക്കുമ്പോൾ പഴുത്ത മാങ്ങ പറയുന്നു, ഞങ്ങൾ പ്രായമുള്ളവരുണ്ടല്ലോ, എന്തിനാണ് ഈ പച്ചമാങ്ങകളെ പറിക്കുന്നത് എന്ന് ചോദിക്കും. പിറ്റേ ദിവസം വരുമ്പോൾ തോട്ടക്കാരൻ അല്ലെങ്കിൽ വീട്ടുകാരൻ ഒരു തോട്ടിയുമായി വന്ന് കണ്ണിമാങ്ങകളെ പറിക്കുമ്പോൾ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും പറയുന്നു, പ്രായമുള്ള ഞങ്ങളുണ്ടല്ലോ, ഈ കണ്ണിമാങ്ങകളെ എങ്ങോട്ടാണ് പറിച്ചുകൊണ്ട് പോകുന്നത് വീട്ടുടയവന് മാത്രമേ അറിയാവൂ. അത് നല്ലതിനു വേണ്ടി അത് ഉപയോഗിക്കുവാൻ തക്കവണ്ണമാണ് അതിനെ കൊണ്ടുപോകുന്നത്. അതിനെ സംസ്കരിക്കുന്നത് കൂടുതൽ പ്രയോജനപ്രദമായി ആ വീട്ടുടയവൻ ഉപയോഗിക്കുവാൻ തക്കവണ്ണം. പ്രിയപ്പെട്ട സിമിയെയും ദൈവം തമ്പുരാൻ ഈ ചെറുപ്രായത്തിൽ വിളിച്ചുകൊണ്ട് പോയത് മുകളിലെ എന്തോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ ആ ദൈവികമായ കൃപയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ തന്നു, ദൈവം തമ്പുരാൻ എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ആ ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ ഇതിനെല്ലാം നമുക്ക് ഫേസ് ചെയ്യുവാനുള്ളതായ മനോശക്തി ആർജിക്കുവാൻ സാധിക്കും. എങ്കിലും നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ യാത്രയാകുമ്പോൾ പലപ്പോഴും കരയും. റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിൽ നിന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. പോകുന്നത് നല്ല ജോലിക്കാണെങ്കിൽ പോലും നമ്മുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ യാത്രയാകുമ്പോൾ ഏറെ ദുഃഖിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു ദുഃഖത്തിൻ്റെ ഭാവത്തിലാണ് ഇവിടെ. ഇതൊരു യാത്രയുടെ ആരംഭമാണ്. സിമിയുടെ ഒരു പ്രത്യേകമായിരിക്കുന്ന സ്വർഗീയമായ നിത്യമായ അനുഭവത്തിലേക്കുള്ള യാത്രയുടെ ആരംഭം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ഇവിടെ പറഞ്ഞത്, അതേ ഇവിടെ സ്വർഗീയ മാലാഖമാരാൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. സ്വർഗീയ മാലാഖമാരാൽ വഹിക്കപ്പെട്ട് ആ നിത്യമായ രാജ്യത്തിലേക്കുള്ളതായ ദീർഘമായ യാത്രയിലേക്കുള്ളതായ ഒരു അനുഭവം നമുക്ക് വരാനുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കബറടയ്ക്കുമ്പോൾ ഒരു പ്രത്യേകമായ പാട്ട് ഇവിടെ ചൊല്ലും. കർത്താവ് വരും മൃതരെ ഉയർപ്പിക്കും എന്ന് പറയുന്ന പാട്ടിന്റെ മധ്യഭാഗത്ത് പറയുന്നുണ്ട്, ശുഭമോട് പോവിൻ വാതിൽ അടച്ചിടുവിൻ, കർത്താവ് വരും വാതിൽ തുറന്നു തരും എന്നുള്ളതായ പ്രത്യാശ. നമ്മുടെ കർത്താവിന്റെ കാഹളധ്വനിയിൽ ഈ കബറുകൾ പൊളിയും. അന്ന് എൻ്റെ കർത്താവ് എനിക്ക് വാതിൽ തുറന്നു തരുമെന്ന് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മഗതം കവിഭാവനയിൽ കൂടി അവിടെ അവതരിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളുടെ ഭാഗം ഇവിടെ തീരുകയാണ്. മാലാഖമാരുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ഇനി ആ നിത്യമായ രാജ്യത്തിലേക്കുള്ളതായ ആ യാത്ര മാലാഖമാർ വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതായ ആ യാത്രയിലേക്കുള്ള അനുഭവത്തിലാണ് പ്രത്യേകിച്ചും സിമി ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷിക്കുവാനുണ്ട്. പിതാക്കന്മാർ നമുക്ക് തന്നിരിക്കുന്നതായ ആ വലിയ ഉപദേശവും അതുതന്നെയാണ്. നിത്യതയിലേക്കുള്ളതായ ഒരു യാത്ര. എൻ്റെ അമ്മ മരിച്ചിട്ട് വർഷങ്ങൾ 7 ഞാനൊരിക്കലും സ്വപ്നം കണ്ടത് ഇതാണ്. ഏതോ ഒരു വലിയ വീട്ടിലേക്ക് ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തിയും എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. എന്നോട് ചോദിക്കുന്നു, മോൻ എന്താ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മ എന്താ ഇങ്ങോട്ട് എത്ര നാളായി പോന്നിട്ട് എന്ന് ചോദിക്കുന്നു. അമ്മ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, മോൻ ഇങ്ങോട്ട് എന്തിനാ പോകുന്നത്? വരാറായില്ല, ഞങ്ങൾ ഒരു വലിയ യാത്രയിലാണ്, മക്കൾ വരാറായില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞ് ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മയും ആ യാത്രയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ വിദൂരതയിൽ അവിടെ ആ ദൂരത്ത് ചെന്ന് ചേരുവാൻ, അതേ ആ തീരത്ത് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അവിടെ ആ സ്വർഗീയമായ തീരത്ത് അവിടെ ചെല്ലുവാൻ തക്കവണ്ണം, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വാങ്ങിപ്പോയ പിതാക്കന്മാർ നമ്മളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം. അമേരിക്കയിൽ ന്യൂയോർക്കിലെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട രജിയൊക്കെ എന്നെ സ്വീകരിക്കാനായിട്ട് വന്ന് നിൽക്കുന്നത് പോലെ ആ നിത്യരാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മുന്നേ പോയവർ പിന്നെ വരുന്നവർക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആളുകൾ അവിടെ കാണുമെന്നുള്ളതായ പ്രത്യാശ. അതുകൊണ്ട് കരയേണ്ട. എനിക്കിത് മാത്രമേ പറയുവാനുള്ളൂ. പ്രിയപ്പെട്ട യേശുദാസൻ അച്ഛനോടും കുടുംബത്തോടും രജിയോടും ഭവനാംഗങ്ങളോടും പറയുവാനുള്ളതേ ഉള്ളൂ. കർത്താവ് ബഥാനിയയിൽ വെച്ച് പറഞ്ഞതായ ഒരു വാചകം മാത്രം, കരയേണ്ട. ഒരു വാക്ക് കർത്താവ് അണ്ടർലൈൻ ചെയ്തു, കരയേണ്ട. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതായ ആ പ്രത്യാശയുടെ വാക്കുകൾ
പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആശ്വാസവചനമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എത്രമാത്രം ചിന്തിച്ചാലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ നാമും നിത്യമായ സ്ഥലത്തേക്ക്, സ്വർഗീയമായ തീരത്തേക്ക് അടുക്കുന്നവരാണ് എന്നുള്ളതായ പൂർണ്ണമായ ബോധ്യം ഇനി പ്രാർത്ഥനയിൽ കൂടിയുള്ളതായ ഒരു സംഭാഷണമാണ് നമുക്കുള്ളത്. പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ബന്ധപ്പെടാം. നമ്മുടെ പ്രാർത്ഥന അവർ കേൾക്കും. അവർ പറയേണ്ട പ്രാർത്ഥന നമുക്കും കേൾക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് പിതാക്കന്മാർ പഠിപ്പിച്ചത്. നമ്മുടെ പ്രാർത്ഥനയിൽ വാങ്ങിപ്പോയ പിതാക്കന്മാരെയാണ് കൂടുതലായിട്ട് ഓർക്കുന്നത്. മരിച്ചുപോയവരെ ഓർക്കാത്ത ഒരു പ്രാർത്ഥന പോലുമില്ല. എല്ലാ പ്രാർത്ഥനയിലും ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ വാങ്ങിപ്പോയ പിതാക്കന്മാരെയാണ്. അതേ ആ പ്രാർത്ഥനയാകുന്ന ചങ്ങലയിൽ കൂടി ബന്ധപ്പെടാം. പ്രിയപ്പെട്ട രജി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സിമി കൂടെയുണ്ട്, എന്നും കൂടെ ഉണ്ടാകും. ആ പ്രാർത്ഥനയിൽ കൂടി എന്നും ആശ്വാസമായിട്ട് ആ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാകും. കുഞ്ഞുങ്ങളും രജിയും അനാഥരല്ല, എന്നും ആ പ്രാർത്ഥന കൂടെ ഉണ്ടാകും. ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും എല്ലാ ബന്ധുമിത്രാദികളുടെയും ഹൃദയം വേദനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളുടെ ആ രോദനമാണ് പറയുന്നത്. ദൈവം ആശ്വസിപ്പിക്കട്ടെ, കരയേണ്ട എന്നൊരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ ഹൃദയം നുറുങ്ങിയതായ ഹൃദയത്തിന് ആശ്വാസം പറഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒന്നിനായ അച്ഛൻ്റെ എല്ലാ നല്ല വാക്കുകൾക്കും ആശ്വാസത്തിനും പ്രത്യേകം കുടുംബം നന്ദി ഈ സമയത്ത് സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. തുടർന്നുള്ള ശുശ്രൂഷയിൽ പങ്കുചേരാം. ബറക്കുമോർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോൻ എന്ന് ഏറ്റുചൊല്ലണം. ബറക്കുമോർ മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാഥ മെശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യാവിശ്വാസത്തോടുകൂടി നിതര പ്രാപിച്ചു നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവർക്കും നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. കൃപ നിറയും മശിഹാമൃദയാം നിന്ദാസി ുദ്ധാനം നൽകി നവ്യതയും സ്വർഗേ മോദവുമേകേണം. കണ്ണുകളിൽ കണ്ണീർ ശ്രുതികളിലാരാവം അയ്യം വിളിവായിൽ വ്യഥയകമേ നാഥ നൽകണമാശ്വാസം. വീടതിലിളവില്ലാതോടി നടന്നോളെ കബറതിലേക്കേന്തും നപരന്മാർ നാഥ നൽകണമാശ്വാസം. കനിതിന്നപരാധം ചെയ്തപ്പോൾ മാനവവംശത്തിൽ മൃതിഭോഗീനാഥ നൽകണമാശ്വാസം. ഉயிருള്ളോരൊപ്പം മന്ദിരമതിൽ വാണോൾ മൃതരോടു കബറാർന്നാൾ പുനരുത്ഥാനമിവൾ കഴകീടട്ടെ. പ്രാർത്ഥിപ്പിൻ പ്രിയരെ, എൻ പേർക്കെല്ലായ്പ്പോഴും എന്നെയോർപ്പിൻ. ഞാൻ മൃതിയാൽ വേർപെട്ടേന പാപത്തെയോർത്തഞ്ചും ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകൂരിരുളിൽ സംരക്ഷാവാക്കുമോ. പുണ്യം ചെയ്തോളാം ദാസി ശ്ലോമോ നൽകാൻ വന്നീടും.
നിന്നാത്മാത്തെ ഭൂമിക്കൽ സന്തോഷിക്കുക ധാർമ്മികരോപ്പം നീവാനിൽ ദേവശായൻ മാർഗത്തിൽ കൂട്ടായി നിന്ന ശ്ലീബായാലൻ ജീവൻ കാത്തിടേണം. കർത്താവിനായ തീർപ്പിൽ ഇപ്പമേ മോഷാവേ പോലൻവാ എന്നെ വാഴണം പാടിക്കുമോ റാഹേൽ മരണമടഞ്ഞപ്പോ യാക്കോബ് അവളെ സംസ്കാരം ചെയ്തധികം ഖേദപൂർണ ഇവരെ പ്രതി കേഴേണ്ട ജീവൻ നൽകും അവൾ പുള്ളിൽ സ്ഥിതമാ തിരുമേരക്തങ്ങൾ ബാറക്കുമോർ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ സഹോദരിയെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൾ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ആമീൻ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. പശുമോദാബോ ഉദാബറോ വദറുഹയോ കാദീശോൽഹായദൽ ഓ ലം വൽമീൻ. സ്നേഹമോടെത്തിയ സൽപുത്ര മണ്ണാവും, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നല്ലേ ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ മകളിൽ നിറവേറിയിരിക്കുന്നു. ആമീൻ. ആമീൻ. സ്നേഹമോടെത്തിയ സൽപുത്രാമൃതിയേറ്റോനെ ഞങ്ങളെ രണ്ടാം ഹൃദയം കനിവാൽ കാക്കാൻ ഹല്ലേലൂയ. ക്രിയകൾക്കൊപ്പം സകലർക്കും ഫലമേകുമ്പോൾ നീതിനിമിത്തം വിധികേകം ഹല്ലേലൂയ. അനുതാപത്തിനങ്ങിടമില്ലെന്നേവം ഞാൻ കേൾപ്പതിനാലൻ സോദരരെ ഗതിക്കുന്നേ. ഹല്ലേലൂയ. ജീവനുയർപ്പിൽ സകലർക്കും നൽകാൻ മൃതനായി ജീവിച്ചോരേ സകലേശാത്മജനെ സ്തോത്രം. ഹല്ലേലൂയ. മൃതലോകത്തിൽ സ്ലീബായൻ കൂട്ടാകട്ടെ, വെല്ലുമുയർപ്പിൽ ദുഷ്ടനെ ഞാൻ മരണത്തെയും. ഹല്ലേലൂയ. കബറിന്നുയരോടു പറുദീസിൽ നിന്നെ ഏറ്റും താതാത്മജ വിമലാത്മാവിനെന്നും സ്തോത്രം. കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്നേൻ പ്രിയരെ പിരിയുന്നേൻ സ്വീകരണം നേടാനർത്ഥിയമേ. എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. നീ മൃതരായോർ വീരേകുമ്പോഴൻ വിസ്മയമീക്ഷിപ്പാൻ കോട്ടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ യെരുശലേം പണിയപ്പെട്ടിരിക്കുന്നു. സ്ലോമോ നൽകി സ്ലോമോയോട് പോവിൻ.
ഇനി എന്നേക്കും ശ്ലോമോ ഇത് തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ഹൃദയകഷ്ടം സാത്താനേ കഷ്ടം, നിങ്ങളുടെ ഭരണം മിശിഹാമായി. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. ജീവനെ ഈശ്വരാജാവേ, മൃദുക്കൈയിൽ ജീവൻ തിരുവിഷ്ടം. യെരൂശലേമിന്റെ കുശലം അന്വേഷിപ്പീൻ, നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. സ്തോത്രം മൃതരെ ജീവിപ്പിപ്പോനെ, മൃദുക്കൈയിൽ ജീവൻ തിരുവിഷ്ടം. സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സഭയും സുതരും ദുർസുരോഹായി സ്വീതത്തോടൊത്തു വണങ്ങിയിടും. ഇരുലോകത്തും മേവുന്നേ ഞാൻ, കൃപ തോന്നണമേ എന്മേലെങ്ങും. നീ കണ്ടെന്നെ ഞാനില്ലായേ, കൃപ തോന്നണമേ ഞാനുള്ളപ്പോ. എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീ ഉയരേകിൽ പാഴാകാ ഞാൻ. സുസ്നേഹിതരാം സഹദേന്മാരെ മുടിച്ചൂടിച്ച പ്രിയരേ, ഈ ദാസിയെ നീ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കേണം. എന്നേക്കും സ്തുതിദാതനും സ്തുതിനന്ദനും പ്രോകൊദിശായ്ക്കും മുറിയോറാകെ മേലനോദാന ആർദ്രതയാൽ നാഥാദേവ ദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായിവളെ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വോർക്കും വിട്ടേ. ദേവേശ എൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടണം. ഓർക്കന്നെ മശിഹാമന്യ നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിനാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽക. ആർദ്രതയാൽ നാദാദേവ ദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായിവളെ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായിട്ട് വീണ്ടും വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളിൽ ദൈവത്തിന് ഭൂമിയിൽ സമാധാനവും നിൽപ്പം മനുഷ്യമക്കളുടെ ശരണമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. സർവശക്തിയുള്ള പിതാവ്, സ്വർഗീയ രാജാവ്, സൃഷ്ടാവുമാരിക ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ ഏകപുത്രന ദൈവമായ കർത്താവേ, വിശ്വരൂഹായോടുകൂടെ നിന്നെയും നിന്റെ സുദുരബലപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചനുമായുള്ളവേ, നിന്റെ ചെവിചായ്ച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണം. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു,
വിശ്വറൂഹായുടെ യേശു മിശിഹായ നീ മാത്രം പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായി കർത്തവ്യമുള്ളവനാകുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ അനേകം മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിൻ്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും പുകഴ്ച ചേർച്ചയാകുന്നു. ആമീൻ. റാനീശോ മശീഹ, നിന്റെ കരുണവാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവിന്റെ മനത്താലുള്ള മരണം മായിക്കപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാൻ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാൻ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാ നിന്റെ ആരോട് കരുണ മിശ്രജാവേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. ദൃശ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അഭയം കരണമേ. കടക്കാടിയ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഭ്രമ നമ്മുടെ കർത്താവ് ശമിഷ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്വനോർപ്പരമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും മരണസമയത്തിലും ദൈവം തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമീൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വമുമ്പേ പിതാവിനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയില്ലാത്തവനും കാലാംശ പിതാവിന്റെ സംതോളവനും സ്ഥലവും താൽമുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി സർവഹായാൽ ദേവമാതാവായ വിശകന്യമറിയാമെന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടവേച്ച് മരിച്ചിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുതഭാവത്തിരുന്നവനും ജനങ്ങളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ തോണിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിനവസ്ഥയില്ലാത്തതുമായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് ഉറപ്പെട്ട് പിതാവിനോട് മുദ്ര നീക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചനുമായ റുഹായിലും അതുലികവും സ്ലൈഹവുമായ ഏകവിസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോടെ ഏർപ്പിനും വരുവാൻ ലോകത്തിലെ പുതുജനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ. ബാറയ്ക്കുമോ ദൈവനാമം മഹത്വപ്പെടട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളൊക്കെയും സമാപിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകൾ സെമിത്തേരിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട മകളുടെ സിമിയുടെ ദേഹവിയോഗം അറിഞ്ഞതു മുതൽ അമേരിക്കയിലും നമ്മുടെ ഈ നാട്ടിലും ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനായി
ധാരാളം വ്യക്തികൾ എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ അഭിമന്യ പിതാക്കന്മാർ, അതോടൊപ്പം തന്നെ പരിശുദ്ധ ബാബാ തിരുമനസിന്റെ പ്രാർത്ഥനകൾ, വന്യ വൈദിക ശ്രേഷ്ഠരുടെ പ്രാർത്ഥനകൾ എല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ്. ഈ അവസരത്തിൽ അമേരിക്കയിൽ വെച്ച് പ്രിയപ്പെട്ട സുമിയുടെ ദേഹവിയോഗം അറിഞ്ഞപ്പോൾ തന്നെ ഭവനത്തിലെത്തി അഭിമന്യ നിക്കോളവാസ് തിരുമനസിനോടും അതോടൊപ്പം തന്നെ കണ്ടനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്ത തിരുമനസിനോടും പ്രത്യേകാൽ ഇവിടെ ഭൗതിക ശരീരം എത്തിച്ചേർന്നപ്പോൾ ഭവനത്തിൽ എഴുന്നള്ളി ആശ്വസിപ്പിച്ച അമേരിക്കൻ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത അഭിമന്യ അലക്സിയോസ് മാർ യൂസിപ്പിയോസ് മെത്രാപ്പോലിത്ത തിരുമനസിനോടും അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത അഭിമന്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയോടും അഭിമന്യ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി, അഭിമന്യ അപ്രീം തിരുമേനി എന്നീ വന്യപിതാക്കന്മാരോടുള്ള സ്നേഹവാത്സല്യങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ പേരിൽ എല്ലാവർക്കുമായി ഇടവകയുടെ ഒരു എളിയ ശുശ്രൂഷൻ എന്ന നിലയിലാണ് ഞാനിപ്പോൾ നന്ദി പിതാക്കന്മാർക്ക് അർപ്പിച്ചത് എങ്കിൽ തന്നെ കുടുംബത്തിൻ്റെ പേരിലുള്ള ഔദ്യോഗികമായ നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം കുടുംബാംഗം കൂടിയായിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ നൈനാൻ വി ജോർജ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. സമയം പ്രതീക്ഷിച്ചതിലേറെ കൂടുതലായതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എങ്കിലും അത് പറയാതിരിക്കുന്നത് നന്ദികേടാകും എന്നുള്ളതുകൊണ്ട് ആ സമയം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ നന്ദി ഞാൻ അറിയിക്കുകയാകുന്നു. സർവശക്തരായ ദൈവം തമ്പുരാൻ എല്ലാ കാര്യങ്ങളും അനുഗ്രഹത്തോടെ നിർവഹിക്കാൻ തക്കവണ്ണം അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി അത് നന്ദിയോടെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കുടുംബത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാകുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഇന്ന് സന്നിഹിതാകും എന്ന് കരുതിയിരുന്നെങ്കിലും ഇന്ന് രാവിലത്തെ ഒരു പട്ടം കൊടയിലും അദ്ദേഹത്തിന് സംബന്ധിക്കാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നമുണ്ടായി. അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. ഇവിടെയും വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആശ്വാസം കണ്ടെത്തുന്നു. പിതാവിനോടുള്ള ഭക്തിയും നന്ദി അറിയിക്കുന്നു. ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് പ്രത്യേകിച്ച് അമേരിക്കയിലെ പ്രിയ റെജിമോന്റെ ഭവനം കുടുംബത്തിൻ്റെ പ്രത്യേക എല്ലാ പ്രാർത്ഥനകളിലും സംബന്ധിച്ച പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് അച്ഛനെ ഓർപ്പിച്ചു. എങ്കിലും കുടുംബത്തിന് വേണ്ടി ഓർപ്പിക്കുന്നു. അഭിവന്ദനായ സക്കറിയാസ് മാർ നിക്കളവാസ് തിരുമനസ്സുകൊണ്ടും അഭിവന്ദനായ ഡോക്ടർ തോമസ് മാർ അത്തനാസ്യോസ് തിരുമനസ്സുകൊണ്ടും അവിടെ നടന്ന പ്രത്യേകിച്ച് വല്യച്ഛൻ്റെ ഇടവകയിൽ എൽമണ്ട് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പിതാക്കന്മാരുടെ നന്ദി അറിയിക്കുന്നു. ഭവനം സന്ദർശിച്ച ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിർവഹിച്ചത് അഭിയന്യരായ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമനസ്സുണ്ട്, അഭിയന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമനസ്സുണ്ട്, അഭിയന്യരായ അലക്സിയോസ് മാർ യൂസെബിയോസ് തിരുമനസ്സുണ്ട്, അഭിയന്യനായ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം തിരുമനസ്സുണ്ട്. ഈ പിതാക്കന്മാരുള്ള ഭക്തിയും ആദരവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായി പ്രത്യേക ശുശ്രൂഷയെ സംബന്ധിക്കുന്ന കാലം ചെയ്ത വന്യനായ തോമസ് മാർ മക്കാറിയോസ് തിരുമേനിയുടെ സഹോദരൻ വെരി റവറൻ KC മാത്യൂസ് ഐരൂർ കോർപ്പിസ്കോപ്പാച്ചൻ, അതുപോലെ തന്നെ മുഖ്യ ആർമ്മിത്വം വഹിച്ച് അനുഗ്രഹിച്ച വന്യനായ തോമസ് കല്ലിനാൽ കോർപ്പിസ്കോപ്പാച്ചൻ, വന്യനം ഞങ്ങളുടെ ഇടവക മുൻവികാരിയുമായിരുന്ന വന്യ തോമസ് മുട്ടുവേലി കോർപ്പിസ്കോപ്പാച്ചന്മാർ ഇവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇതിന് സഹകാർമ്മിത്വം വഹിച്ച് അനുഗ്രഹിച്ച പിതാക്കന്മാരായ പ്രത്യേകിച്ച് റമ്പാച്ചന്മാരും ഈ ഇടവകയുടെ മുൻവികാരിമാരും ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന CO ജോസഫ് റമ്പാച്ചൻ, ഡോക്ടർ ഇലവക്കാട്ട് യുഹാനോൻ റമ്പാച്ചൻ ഇവരോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് റെജിമോനോടുള്ള പ്രത്യേക സ്നേഹത്തെ പ്രതിയും കുടുംബത്തോടുള്ള വാത്സല്യത്തെ പ്രതിയും കടന്നു വന്ന സെമിനാരി അധ്യാപകരായ ഞങ്ങളുടെയൊക്കെ ഗുരുക്കന്മാരായ ഡോക്ടർ MP ജോർജ് അച്ഛനോടും വന്യനായ ജോൺ തോമസ് കരിങ്ങാട്ടിലച്ഛൻ കുടുംബാംഗം കൂടിയാണ്. എങ്കിലും സെമിനാരി അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യും. അമേരിക്കയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വന്യനായ ഫിലിപ്പ് ജേക്കബ് അച്ഛൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയുടെ മുൻവികാരിമാരായിട്ടുള്ള പിതാക്കന്മാർ CK ഗീവർഗീസ് അച്ഛൻ, സുനിൽ ജോസഫ് അച്ഛൻ, ജോൺ പോൾ അച്ഛൻ, മത്തായി കുന്നിലച്ഛൻ, തോമസ് പി നൈനാൻ അച്ഛൻ, അതുപോലെ തന്നെ തോമസ് ഊട്ടിയച്ഛൻ, KS ശമുവേലച്ഛൻ, വിൽസൺ ശങ്കരത്തിലച്ഛൻ, തോമസ് കൊക്കാപ്പറമ്പിലച്ഛൻ ഭദ്രാസന സെക്രട്ടറി കൂടിയാണ്. വന്യനായ മാത്യു വർഗീസ് അച്ഛൻ, PK തോമസ് അച്ഛൻ, കുര്യൻ ജോസഫ് അച്ഛൻ, അതുപോലെ തന്നെ മാവേലിക്കര റാന്നി ഭദ്രാസനത്തിൽ ശുശ്രൂഷിക്കുകയും ഭവനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഗീവർഗീസ് പൊന്നോലയച്ഛൻ, പ്രത്യേകിച്ച് സിമിയുടെ കുടുംബ ബന്ധുവും
മാതൃ സഹോദരനുമായിരിക്കുന്ന ഗീവർഗീസ് അച്ഛൻ, PK വർഗീസ് അച്ഛൻ, അലക്സാണ്ടർ കൂടാരത്തിലച്ഛൻ കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ആളാണ്. ശ്രീ വന്യ VG ജോണച്ചൻ, സ്റ്റാൻലി അച്ഛൻ, അതുപോലെ തന്നെ ഷിബു അച്ഛൻ, ഇവരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. വിവിധ ഭദ്രാസനങ്ങൾ എന്ന പേരെല്ലാവരുടെയും ഇത് പൂർണ്ണമല്ല. പല പേരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭവനം സന്ദർശിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുക. പ്രത്യേകിച്ച് യേശുദാസൻ അച്ഛൻ, കോർപ്പിസ്കോപ്പ അച്ഛൻ ശുശ്രൂഷിക്കുന്ന ആലയത്തിൽ നിന്ന് അനേക ആളുകൾ സന്ദേശം നൽകുകയും അതോടെ അവർക്ക് വേണ്ടിയൊക്കെ ഭവനത്തിലെ റീത്ത് സമർപ്പിക്കേണ്ടക്കോണം കടന്നു വന്നിരുന്നു. അവരെയൊക്കെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുക. ഇടവകയിലെ വന്യ പിതാക്കന്മാർ പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഭാഗം കൂടിയാണ്. സുനിലച്ഛൻ, ബിനുവച്ചൻ, അതുപോലെ വർഗീസ് ഐസക് അച്ഛൻ, ഇവരോടുള്ള പ്രത്യേകം, അതുപോലെ തന്നെ ഗീവർഗീസ് ജോണച്ചനും കുടുംബം കൂടിയാണ്. അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം ഇതിന് അനുഗ്രഹകരമായ നേതൃത്വം നൽകിയത് സ്റ്റീഫൻ വർഗീസ് അച്ഛനാണ് വികാരി എന്ന നിലയിൽ. തീർച്ചയായിട്ടും ഒരു വികാരി എന്ന ചുമതലയ്ക്ക് അപ്പുറമായി കുടുംബത്തോടുള്ള കരുതലും സ്നേഹവും ഈ ദിവസങ്ങളിലെല്ലാം കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ തക്കവണ്ണം അദ്ദേഹം കാണിച്ച സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ ശിരസ് നമിച്ചുകൊണ്ട് കുടുംബത്തിന്റെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി, അതുപോലെ രാജൻ ഘോഷി, സെക്രട്ടറി പാപ്പച്ചൻ, അതുപോലെ ആത്മീയ സംഘടനയുടെ എല്ലാ പ്രവർത്തകരും, പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്നൊക്കെ ബോഡി പിക്ക് ചെയ്യാനും അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തത് നമ്മുടെ സുവിശേഷ പ്രവർത്തകനായ സുമേൻ റെജിയാണ്, CK റെജിയാണ്. ഞങ്ങൾ പ്രത്യേകമായിട്ട് കുടുംബത്തിന് അംഗം കൂടാണെങ്കിൽ പോലും ഔദ്യോഗികമായിട്ടൊരു വാക്ക് നന്ദി പറയാതിരിക്കുന്നത് കടപ്പാട്, നന്ദി വിലോപമാണെന്നുള്ളതുകൊണ്ട് ഒരു വാക്കിൽ അദ്ദേഹത്തോട് നന്ദി അറിയിക്കുക. ഭദ്രാസനത്തിന്റെ വിവിധ ആധ്യാത്മിക സംഘടനകളുടെ പ്രവർത്തകരെല്ലാം ഈ ദിവസം ഭവനം സന്ദർശിച്ചിരുന്നു. വളരെ അനുഗ്രഹത്തോടെ ഈ ശുശ്രൂഷകൾക്കെല്ലാം പ്രത്യേകമായിട്ട് നിർവഹിച്ചു എന്നുള്ളത് പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇടവകയിലെ എല്ലാ യുവാക്കളും, പ്രത്യേകിച്ച് ഇടവക യാഗമാനമായിട്ട് ഈ ആദിയോട് അന്തം ഈ ശുശ്രൂഷകളൊക്കെ സംബന്ധിച്ചു. നമ്മുടെ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ജോർജ് ഇവിടെ സന്നിഹിതരാണ്. ഇടവക സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വന്യനായ ബിജു മാത്യുവും അതുപോലെ സജി പട്ടിരുമടവും സന്നിഹിതരാണ്. അതുപോലെ തന്നെ ഇടവകയിലെ യുവന പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തകരും, ആബാലവൃദ്ധം ജനങ്ങൾ ഈ ദിവസങ്ങളിൽ വീടുകളിലെ പ്രാർത്ഥനയ്ക്കും പ്രത്യേകിച്ച് മൃതശരീരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങോട്ടുള്ള വിലാപയാത്രയിലൊക്കെ സംബന്ധിച്ചു. ഹരിപ്പാട് മർത്തമറിയം സമാജത്തെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. യുവന പ്രസ്ഥാനത്തോടൊപ്പം മർത്തമറിയം സമാജത്തിന്റെ വിവിധ പ്രാർത്ഥനാ സെഷനുകൾ വീട്ടിൽ നിർവഹിച്ചു. പ്രത്യേകിച്ച് സിമിമോളുടെ കുടുംബം ഹരിപ്പാട്, ആ ദേശം, ആ ഇടവക എത്രമാത്രം ഈ കുഞ്ഞിനെയും ഈ കുടുംബത്തെയും സ്നേഹിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രകടമായ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. പ്രത്യേകിച്ച് ഏപ്പാട്ടിൽ നിന്ന് മൃതശരീരം ഏറ്റുവാങ്ങാൻ നൂറുകണക്കിന് വാഹനങ്ങളാണ്, കുഞ്ഞുങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഒക്കെ വന്ന് ഞങ്ങൾക്ക് തന്നെ വളരെ ഹൃദയസ്പർശിയായിരുന്ന കാഴ്ച. അവിടുന്ന് സ്വീകരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു വലിയ ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു. ആ സഭയിലെ പിതാക്കന്മാർ, അതുപോലെ നമ്മുടെ സഭയിലെ ആ പ്രദേശത്തുള്ള പിതാക്കന്മാർ, ഇവരൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. ആ ഇടവകയുടെ വികാരി ഫാദർ ഉമ്മൻ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവിടെ വന്ന വൈദികർ, അവിടെ നാനാജാതി മതസ്ഥരായ ആളുകൾ, പ്രത്യേകിച്ച് വിലാപയാത്രയ്ക്കൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളെല്ലാം പ്രത്യേകയുടെ സന്തോഷത്തോടെ നന്ദിയോടെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സിമിയുടെ കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഇന്നലെയും ഇന്നും ആയിട്ട് എല്ലാ ശുശ്രൂഷകളിലും പ്രത്യേകമായിട്ട് സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധുവാണ് വന്ദനായ PT തോമസ് അച്ഛൻ. ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനായിട്ട് തന്നെ ഭോപ്പാലിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തി. ഇന്ന് രാത്രി തന്നെ അദ്ദേഹവും മടങ്ങുന്നു. അദ്ദേഹത്തിനുള്ള സ്നേഹം അറിയിക്കും. കുടുംബത്തിലെ എല്ലാ പിതാക്കന്മാരും ഇവിടെ സന്നിഹിതരാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ഏറെ ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ശുശ്രൂഷകളിലൊക്കെ അനുഗ്രഹത്തോടെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ തക്കവണ്ണം പിതാക്കന്മാർ കടന്നു വന്നു. അവരെയൊക്കെ ദൈവം ശക്തീകരിച്ചു, ബലപ്പെടുത്തി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ആളുകളുടെ സ്നേഹവും പ്രത്യേകിച്ചുള്ള കരുതലുമൊക്കെ രുചിച്ചറിയുകയും അനുഭവിച്ചറിയാൻ ചെയ്യാൻ സാധിക്കും. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാവണം. പ്രത്യേകിച്ച് റിജിമോനായിട്ടും 4 കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇന്നലെ യൗസേബിയസ് തിരുമേനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, കുരിശിൽ കടന്നപ്പോഴും അമ്മയെ അരികിലണച്ച് തന്റെ ശിഷ്യനെ ഏൽപ്പിച്ചു. ഈ കുഞ്ഞുങ്ങളെയും റജിയെയും ഒക്കെ സഭ പൊതുവായിട്ട് അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഏൽക്കും, നിങ്ങളെ ഓർക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തമ്പുരാൻ കരുത്ത് തരട്ടെ, തമ്പുരാൻ മറോടണച്ച് കാക്കട്ടെ, അവരുടെ ഭാവി ശുഭമാവട്ടെ. മനുഷ്യൻ കരുതുന്നതിലൊക്കെ കരുതുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം തിരിച്ചറിയുന്നു ഈ പ്രിയമകൾ. തീർച്ചയായിട്ടും അന്ന് അവിടെ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുക, അവൾ സുന്ദരിയായിരുന്നു. അവളുടെ ഭൗതിക സൗന്ദര്യം മാത്രമല്ല, ആന്തരിക സൗന്ദര്യം അവളുടെ അതിലേറെയായിരുന്നു. സ്വർഗയാത്രയ്ക്ക് അവൾ ഈ നാളുകൾ ഒരുങ്ങുകയായിരുന്നു. തമ്പുരാന്റെ ഇമ്പങ്ങളുടെ പരിധീസയിൽ ഈ മകൾ ആനന്ദം കണ്ടെത്തുവാൻ ഇടയാവട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് ചേർന്ന് കുടുംബത്തിനും ദേശത്തിനും സഭയ്ക്കുമൊക്കെ മധ്യസ്ഥ അടയ്ക്കുന്ന അനുഗ്രഹീത സാന്നിധ്യമായി തമ്പുരാൻ മകളെ സ്വീകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പേരെടുത്ത് പറഞ്ഞതിൽ അച്ഛന്മാരുടെ പേരുകളൊന്നും മനഃപൂർവ്വമായിട്ട് വിട്ടില്ല. ഒത്തിരി പേരാളുകൾ വന്നിരുന്നു. അവരെയും
പ്രത്യേകിച്ച് ഇരു കുടുംബങ്ങളുടെയും ബന്ധുമിത്രാദികളായി ചാർച്ചക്കാരായിട്ടൊക്കെ കടന്നു വന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുക. ഇടവകയിലെ ആബാലവൃദ്ധ ജനങ്ങളെ ഓർക്കുക. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ ശിരസ് നമിക്കുന്നു. പറമ്പൻ കുടുംബത്തിന്റെ ഈ ദുഃഖത്തിന്റെ അനുഭവത്തിൽ പങ്കുചേരുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള വിവിധ എല്ലാ പ്രവർത്തനോടും ഇടവയോടും മുറ്റുമായിട്ടുള്ള എല്ലാവരുള്ള സ്നേഹം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടവയ്ക്ക് ചെയ്തു തന്ന എല്ലാ പ്രാർത്ഥനകളെയും ശുശ്രൂഷകളെയും നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. ഈ കുടുംബത്തിൽ സംഭവിച്ചതായ ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരോടും കുടുംബാംഗങ്ങളോടും, പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥർ, ദേശനിവാസികൾ, മറ്റ് ദേശത്തു നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ, ഇതര സഭയിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവരോടുമുള്ള സ്നേഹവും വാത്സല്യവും കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വൈദിക സെമിനാരി വിദ്യാർത്ഥികളോടും, നമ്മുടെ ഇടവാംഗങ്ങളായിരിക്കുന്ന വൈദിക സെമിനാരി വിദ്യാർത്ഥികളോടും, പ്രത്യേകപ്പെട്ട ജോസനോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുടുംബവുമായി ഏറ്റവും സ്നേഹബന്ധത്തിലായിരിക്കുന്ന CM ഹോസ്പിറ്റൽ, അവിടുന്ന് പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ അംഗങ്ങൾ, മാനേജ്മെന്റ് അംഗങ്ങൾ ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാ സ്നേഹവാത്സല്യങ്ങൾക്ക് മുമ്പിലും കുടുംബത്തിന്റെ പ്രത്യേകമായ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കുന്നു. അവിടെ വെച്ച് ധൂപാർപ്പണം നടത്തി സെമിത്തേരിയിൽ സംസ്കാരത്തിന് ശേഷം, ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവർക്കുമായി ഇവിടെ ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ലഘുഭക്ഷണം സ്വീകരിച്ച് ശാന്തമായി പിരിഞ്ഞു പോകാവുന്നതാണ്. വൈദിക ശ്രേഷ്ഠർക്കെല്ലാവർക്കും ഇവിടെ മെസ് ഹാളിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും സ്നേഹത്തോടെ അറിയിക്കുന്നു. കുടുംബാംഗങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ക്രമീകരണത്തിൽ നിങ്ങളെല്ലാം സഹകരിക്കണം എന്ന കാര്യം ഒരു വാക്കിൽ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കും. വത്സലരേ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടു